ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മിൽക്ക് ഷേക്കാണ് ആക്കാൻ പോകുന്നത്. ഹെൽത്തി ആയ ഒരു മിൽക്ക് ഷേക്ക്. അതിന് ഒത്തിരി സാധനത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ട. ഓട്സ് നമുക്ക് അല്പം വെള്ളം ചേർത്ത് വേവിച്ച് വെച്ചാൽ മതി. അത് സാധാരണ ചില ആൾക്കാർ ഈ മിൽക്ക് ഷേക്ക് ആക്കുമ്പോൾ ഓട്സ് അതേപടി ആക്കുന്നുണ്ട്. അതിനേക്കാളും ടേസ്റ്റ് നമ്മൾ അല്പം വെള്ളം ചേർത്ത് വേവിച്ച് ഓട്സ് ചേർത്ത് ആക്കുമ്പോഴാണ്. അതുകൊണ്ട് ഒരു കപ്പ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് പാല്, അല്പം പഞ്ചസാര, ബദാം കുതിർത്തിട്ട് തോലെടുത്തതാണ്. ഇപ്പോൾ ബദാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിലക്കടല പീനട്ട് ഉണ്ടല്ലോ, അതൊരു 10 എണ്ണം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തോലെടുത്തിട്ട് അതിന് പകരം മതി ബദാം ഇല്ലെങ്കിൽ. പിന്നെ ഡേറ്റ്സ്, ഈന്തപ്പഴം ഒരു 5-6 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ വാൾനട്ട്, അതും കുതിർത്തതാണ്, ഒരു 2 മണിക്കൂർ കുതിരാനിട്ടിട്ട് എടുത്തേക്കുന്നതാണ്. 3 വാൾനട്ട് എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ കോൾഡ് വാട്ടർ വേണം. ഇത്ര സാധനം മതി, നമുക്ക് പെട്ടെന്നൊന്ന് ഒരു മിൽക്ക് ഷേക്ക് ആക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ഈ ഡേറ്റ്സിനകത്ത് വിത്തുണ്ട്, അതെടുത്ത് മാറ്റിയിട്ട് എല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ജ്യൂസ് ജാറിലോട്ട് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര എത്ര, അതൊക്കെ സ്വീറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഷുഗർ ഉപയോഗിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അതിന് പകരമായിട്ട് തേൻ ഉപയോഗിക്കാം. നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ച ഓട്സ്, വാൾനട്ട്, ബദാം തോല് കളഞ്ഞത്, പഞ്ചസാര, ആവശ്യത്തിന് പാല് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏത്തപ്പഴം കൂടി വേണേ. ഇതിൻ്റെ തോലെടുത്ത് നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച എല്ലാം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഐസ് ട്യൂബ് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഐസ് ട്യൂബ് ചേർത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. നമ്മളിപ്പോൾ ഇടുന്നുണ്ട്, ഒരു 3 പീസ് ഇടുന്നുണ്ട്, മതി. അതിന് ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കുമ്പം നല്ല കോൾഡായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയും കൂടെയാണ്. ഇനിയും ഉണ്ടതാ, നമ്മൾ 2 ഏത്തപ്പഴവും ഇത്ര ഡ്രൈ ഫ്രൂട്ട്സും ഇട്ടിട്ട് ആക്കിയപ്പം ഇതിപ്പോൾ ഒരു 4 പേർക്ക് കുടിക്കാനുള്ളതുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്പം പംകിൻ സീഡ് കാണാമല്ലോ അല്ലേ. ഈ സീഡ് സാധനങ്ങളൊന്നും ഈ കുട്ടികൾ കഴിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇതേപോലെ മിൽക്ക് ഷേക്ക് ആക്കിയിട്ട് ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം. അല്പം ഇത് ബദാം ഗ്രേറ്റ് ചെയ്തിട്ടുമുണ്ട്, ഇതിലേക്ക് അതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്നൊരു മിൽക്ക് ഷേക്ക് ആക്കി കുടിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ വീട്ടിലുള്ള സാധനം വെച്ച്, ഞാൻ പറഞ്ഞല്ലോ ബദാമൊക്കെ വേണമെന്നില്ല, അതിന് പകരമായിട്ട് നമുക്ക് നിലക്കടല ഉപയോഗിക്കാം. പിന്നെ പഴം, ഏത്തപ്പഴമാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതിന് പകരം വേറെ നിങ്ങൾക്ക് പഴം ഉപയോഗിക്കാം, പക്ഷേ ഏത്തപ്പഴമാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു മിൽക്ക് ഷേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.